HPV അഥവാ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കേൾക്കുമ്പോൾ അത്ര ഇമ്പോർട്ടൻസ് തോന്നില്ല, എന്നാൽ വളരെ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണിത്. ഇന്ത്യയിൽ സ്ത്രീകളിൽ കാണുന്ന ക്യാൻസറുകളിൽ ഏറ്റവും കൂടുതൽ സ്തനാർബുദവും രണ്ടാമത്തത് ഗർഭാശയ ക്യാൻസറുമാണ്. ഈ ഗർഭാശയ ക്യാൻസറിൽ 99.7% ക്യാൻസറും കോസ് ചെയ്യുന്നത് HPV അഥവാ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. മാത്രമല്ല, വാക്സിൻ കൊണ്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ക്യാൻസറും ഗർഭാശയ ക്യാൻസറാണ്. ഇന്ത്യയിൽ ഏകദേശം കണക്കുകൾ സൂചിപ്പിക്കുന്നത് 100,000-ൽ കൂടുതൽ പേർക്ക് HPV ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അതിൽ 77,000 പേർ ഈ ഗർഭാശയ ക്യാൻസർ കൊണ്ട് മരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇതിന്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. HPV പാപ്പിലോമ വിറിഡെ ഗ്രൂപ്പിൽപ്പെടുന്ന ഒരു DNA വൈറസാണ്. 200ഓളം ടൈപ്പുകൾ ഉണ്ടെങ്കിലും 15 എണ്ണം മാത്രമാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത്. ബാക്കിയൊക്കെ ഗുഹ്യഭാഗത്തുള്ള അരിമ്പാറ പോലുള്ള കാര്യങ്ങളാണ് ഉണ്ടാക്കുക. 5% സ്ത്രീകളിൽ ഈ ഇൻഫെക്ഷൻ സംഭവിക്കുമെങ്കിലും 80%-ഓളം ശരീര പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് തന്നെ ക്ലിയർ ആയി പോകും. ബാക്കിയുള്ളതാണ് ക്യാൻസറിന് സാധ്യതയുണ്ടാക്കുന്നത്. ഇത് നേരത്തെ തിരിച്ചറിഞ്ഞാൽ പൂർണ്ണമായി നിയന്ത്രിക്കാൻ പറ്റുന്ന അസുഖമായതുകൊണ്ട് തന്നെ നമ്മൾ പാപ്സ്മിയർ പോലത്തെ ടെസ്റ്റുകളാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഒരു അണുബാധ വന്ന് 15-20 വർഷത്തിന് ശേഷമാണ് ഈ ക്യാൻസറിലേക്ക് മാറുന്നത്. അവിടെയാണ് ഈ വാക്സിനേഷന്റെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ മുമ്പുള്ള സർവാറിക്സ്, ഗർഡാസിഡ് പോലത്തെ വാക്സിൻ അവൈലബിൾ ആണെങ്കിൽ ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്ത സർവവാക് അത് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ഉൾപ്പെടുത്താനുള്ള പ്രാരംഭഘട്ടത്തിലാണ്. 9 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് 2 ഡോസ് വാക്സിനും 14 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 3 ഡോസ് വാക്സിനുമാണ് വരുന്നത്.